ഗൈസ് ഇറ്റ്സ് മീ ഡാനി. അപ്പം ഗോഡ് മൂവിയുടെ റിവ്യൂ പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് കണ്ടിട്ട് ആരും അൺസബ് ഒന്നും അടിച്ചു പോകില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാൽ ഞാൻ മൂവിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. കാണുന്ന മൂവിയുടെയൊക്കെ പോയിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഗോട്ടിൻ്റെ റിവ്യൂ, ഈ പടം എന്താ പറയണ്ടേ, മസ്റ്റായിട്ടും പോയി കാണേണ്ട ഒരു പടമാണ്. വിജയ് ഫാൻസുകാർക്ക് പിന്നെ പറയണ്ടല്ലോ, അവരെന്തായാലും പോവും. പിന്നെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ആദ്യമേ തന്നെ ആദ്യത്തെ 1ാമത്തെ മിനിറ്റ് തൊട്ട് തന്നെ പടം കണ്ടോണേ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ പടത്തിന് പിന്നെ അതുപോലെ വലിയ പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വലിയ പ്രൊമോഷനൊന്നും വെങ്കട് പ്രഭു കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, അതിനുള്ള എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കോൺഫിഡൻസ് തന്നെയായിരുന്നു ഈ പടം വേറെ ലെവലാവും എന്നുള്ള രീതിയിലാണ്. അപ്പം ഞങ്ങൾ കണ്ട് ഇങ്ങോട്ട് വന്ന് കയറി അങ്ങ് സംസാരിക്കായിരുന്നു. നിന്റെ അഭിപ്രായം എന്തുവാ, കണ്ടിട്ട് എന്ത് തോന്നി? ഫസ്റ്റ് ഹാഫിനെ കുറിച്ചൊന്ന് പറയടാ. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഇച്ചിരി മുറുക്ക പറ. അല്ല, അടിപൊളി പടം, ഒരു രക്ഷയില്ല. കണ്ണന്റെ രോമാഞ്ചിതരം ഞാൻ ആലോചിക്കുമായിരുന്നു ആ സീനൊക്കെ. അല്ല, ഫസ്റ്റ് ഒരു 20-25 മിനിറ്റ് കോമഡി ഇതുവരെ കാണാത്ത വിജയുടെ അല്ലേ? ശരിയാ, എൻജാന്തി കോമഡി, ചിരിച്ച് നമ്മള് കോമഡി. അതുപോലെ അടപ്പ് ഇറക്കുന്ന കുറച്ച് കോമഡിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കഥാപാത്രം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ പ്രഭുദേവ കൊള്ളാം, കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. പ്രശാന്ത്, പിന്നെ നമ്മുടെ അജ്മൽ, മലയാളം നടൻ അജ്മൽ, ഇവർ ആ കോമ്പോ പക്കയായിരുന്നു. ജയറാം എൻ്റെ പൊന്നോ, പുള്ളി രസമായിരുന്നു. അതിനകത്ത് പട്ടായയിലൊക്കെ പോകുമ്പോൾ പുള്ളിയുടെ ആ ഒരു നിപ്പ്, ടിപ്പിക്കൽ സീനൊക്കെ ഉണ്ട് അതിനകത്ത് പട്ടായയിൽ. അടിപൊളി കാര്യങ്ങളൊക്കെയാണ്. മ്യൂസിക് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രോളായിരുന്നു സത്യം പറഞ്ഞാൽ, യുവാൻ ശങ്കർ രാജയുടെ. പക്ഷെ അത് തിയേറ്ററിൽ പോയി കാണണം അല്ലേ? സ്റ്റെപ്പൊക്കെ എങ്ങനെയുണ്ട്? സീന, പാട്ടും കാര്യങ്ങളൊക്കെ സീന. അപ്പം നമ്മൾ ട്രെയിലറിൽ കണ്ടു ഇതാണെന്നൊക്കെ പറഞ്ഞു പോയ ടീംസുകളാണ് പലവരും ഉണ്ട്, എൻ്റെ കൂട്ടുകാരുൾപ്പെടെ. ടിസ്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ ടിസ്റ്റ്. നമ്മൾ ഈ ട്രെയിലറേ അല്ല സത്യത്തിൽ. വെങ്കട് പ്രഭുവിൻ്റെ ഇന്റർവ്യൂ ഞാനത് കണ്ടായിരുന്നു. അതിനകത്ത് അയാൾ പറഞ്ഞു വിട്ടു, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കുറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ട്രെയിലറിൽ കണ്ടതൊന്നും അല്ല. ഞാനിവിടേക്ക് എന്തൊക്കെ ഡീകോഡിങ് ചെയ്തിട്ടാണ് പോയത്, അതൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഇങ്ങനൊരിത്. കാരണം അതുപോലത്തെ ഒരു പടം. ഫസ്റ്റ് ഹാഫ് എന്താണ് കോമഡി ഇന്ന് തുടങ്ങി, ഒരു ഇമോഷനിൽ, അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ട്വിസ്റ്റിൽ തന്നെ കൊണ്ട് അവിടെ നിർത്തി. സെക്കൻഡ് ഹാഫ് എന്താ പറയാ അല്ലേ, ഒരു ത്രില്ലർ ഇമോഷൻ, പിന്നെ വന്ന് വീണ്ടും ത്രില്ലർ, ലാസ്റ്റ് എന്തുവാ ഒരു എൻഡ് തന്നിട്ട് പിന്നെ ഒരു ട്വിസ്റ്റ്. അതെ, അതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീംസുകളൊക്കെ വന്ന് ചെയ്ത് പോയി, ഏതൊക്കെ രീതിയിലാണ്. പിന്നെ അവസാനം അറിയാലോ, സ്റ്റേഡിയത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പോയി കാണണം. എന്തായാലും എനിക്കൊരു 10-ഒരു 8.8 എങ്കിലും ഞാൻ കൊടുക്കും, എൻ്റെ ഒരു ഇത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില ഇതൊക്കെ ഒരു പടമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, ഇത് ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഈ പടം കണ്ടിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പിന്നെ സ്റ്റണ്ട് കൊള്ളാം, അത്യാവശ്യ കാര്യങ്ങൾ സെറ്റപ്പൊക്കെയാണ്. എനിക്ക് പേഴ്സണലി എന്താ പറയണ്ട, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് ചിരിക്കുകയും ചെയ്തു. കോമഡി, ഒരു രക്ഷയില്ലാത്ത കോമഡിയും കാര്യങ്ങളുമായിരുന്നു. അത് നിങ്ങളത് കാണണം, ഈ പടം മസ്റ്റായിട്ടും പോയി. പിന്നെ വിജയുടെ സെക്കൻഡ് ലാസ്റ്റ് മൂവിയാണ്, അടുത്തയാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പം എല്ലാവരും ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു കാരണം പ്രൊമോഷനും വല്ലതും ഉണ്ടായിരുന്നോ ഈ പടത്തിന്? സാധാരണ ഇവൻ അറിഞ്ഞതില്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഇവൻ അറിഞ്ഞത്. സാധാരണ വിജയ് പടത്തിന് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതാണ്. നിങ്ങളൊരു ഓഡിയോ ലോഞ്ച് പോലും ഒരു ചുമ്മാ അങ്ങോട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് അങ്ങാണ്ട് 10-25 പേരെ അങ്ങാണ്ട് വെച്ച് എന്തൊക്കെ കാട്ടിക്കൂട്ടിയതാണ്. പിന്നെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടൊരു സാധനം പൊട്ടിത്തെറി ഉണ്ടാക്കും ഈ ഫിലിം. അതെ, അടിപൊളി ഒരു ഫിലിമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനം. അപ്പം ഇവനങ്ങനെ തമിഴ് പടം നീ അങ്ങനെ കാണാറില്ലല്ലോ സത്യത്തിൽ സാധാരണ. പക്ഷെ ഇവൻ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവനൊന്നും അല്ല, എല്ലാവർക്കും. പിന്നെ ഞങ്ങൾ വെളുപ്പിനെയാണ് പോയത്. അപ്പം ഈ ഷോ 7:30-ക്കായിരുന്നു, ആരും അറിഞ്ഞില്ലായിരുന്നു സത്യത്തില. അങ്ങാണ്ട് കുറച്ച് ആൾക്കാരെ ഉള്ളായിരുന്നു. ഇപ്പം മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പം മൊത്തം ഹൗസ്ഫുള്ളാണ് മൊത്തം. എന്തായാലും പോയി കാണ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.